അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാം ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. നിസ്കരിക്കുന്നതായിട്ടും ഉളൂ ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുന്നതായിട്ടും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ. ചില സ്വപ്നങ്ങൾ നമ്മൾ ഉറങ്ങുമ്പോൾ അത് ഇങ്ങനെ നമ്മുടെ മനസ്സിലങ്ങനെ ഉണ്ടാവും. പക്ഷെ ഉറങ്ങി എണീറ്റാൽ എന്താകും? ആ സ്വപ്നം മറന്നു പോകും. എന്താണ് സ്വപ്നം കണ്ടിട്ട് തലയും വാലും ഉണ്ടാവില്ല സ്വപ്നത്തിന്. അങ്ങനെയുള്ള സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്ന വിഷയം ബാങ്ക് കൊടുക്കുന്നത് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതാണ്. ബാങ്കിന് ഒരുപാട് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്നും രണ്ടൊന്നുമില്ല, ഒരുപാട് വ്യാഖ്യാനങ്ങൾ മഹാനായ നാബൽസി ഇമാമിനെ പോലത്തെ, മുഹമ്മദ് ബിൻ സിരീൻ എന്നിവരെ പോലത്തെ, ഖലീൽ ബിൻ ഷാഹിർ ലാഹിരി എന്നിവരെ പോലത്തെ ഒരുപാട് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാരെന്താകുന്നുണ്ട്, ഇതിനെക്കുറിച്ചിട്ട് വ്യാഖ്യാനം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വ്യാഖ്യാനം പറയുന്നത് മഹാനായ നാബൽസി ഇമാമാണ്. ഷെയ്ഖ് ഇമാം നാബൽസി എന്നിവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നു. എന്താണ് പറയുന്നത്? ഒരാൾ ബാങ്ക് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഹജ്ജിന് അവന് അവസരം കിട്ടുമെന്നാണ്. ഹജ്ജിന് അവസരം കിട്ടുമെന്നാണ് ബാങ്ക് എന്താക്കിയാൽ ഒരാൾ കേട്ടാൽ അതിൻ്റെ വ്യാഖ്യാനം. ബാങ്ക് കൊടുക്കുന്നത് സ്വപ്നം കണ്ടാൽ. അപ്പോൾ ഇത് മഹാനവറുകൾ തെളിവ് പിടിച്ചത് ഖുർആനും ഹദീസൊക്കെ വഴിയാണ്. ഖുർആൻ നോക്കിയിട്ടും ഹദീസ് നോക്കിയിട്ടുമാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ മഹാനായ ഷെയ്ഖ് ഇമാം നാബൽസി എന്നവർ ഇതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. അല്ലാതെ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഇസ്ലാമിലുള്ള സ്വപ്ന വ്യാഖ്യാനം, മറ്റുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങളല്ല. ജ്യോതിഷത്തിൽ പറയുന്ന പോലുള്ള സ്വപ്ന വ്യാഖ്യാനമല്ല. മനസ്സിലായല്ലോ? ഇത് ഖുർആനും ഹദീസും തെളിവാക്കിക്കൊണ്ടാണ് ഇസ്ലാമിൽ ഉണ്ടാകുന്നത് സ്വപ്ന വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഒരാൾ ബാങ്ക് കൊടുക്കുന്ന സ്വപ്നം കണ്ടാൽ അവനക്ക് എന്താകും? ഹജ്ജിന് പോകാൻ അവസരമുണ്ടാകും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അല്ലാഹു തആല അതിന് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.